അങ്കമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ എന്ന വടക്കൻ വീരഗാഥയിലെ ഡയലോഗ് ചെറുതായി ഒന്ന് മാറ്റാം. കടത്തനാടിലെ മീനാക്ഷി അമ്മയെ തോൽപ്പിക്കാനാവില്ല മക്കളെ. പാണന്മാർ പാടിപ്പുകൾ പറ്റ കളരിയിലെ വീറും വാശിയും സപ്തതിയുടെ നിറവിലും മീനാക്ഷി അമ്മയുടെ സിരകളിൽ തെല്ലും കുറഞ്ഞിട്ടില്ല. പെണ്ണായ ഞാനോ വിറയ്ക്കുന്നില്ല എന്ന ഉണ്ണിയാർച്ചയുടെ വാക്കുകൾ ഈ ഗുരുക്കളുടെ ചുവടുകളിൽ തെളിഞ്ഞു കാണാം. 7-ാം വയസ്സിൽ ഈ കളരിയിലെത്തിയ മീനാക്ഷി അമ്മ പിന്നീട് ഇവിടുത്തെ രാഘവൻ ഗുരുക്കളുടെ പത്നിയായി. ഇപ്പോൾ 67 വർഷമായി കടത്തനാടൻ കളരി സംഘം നയിക്കുന്നു. 4 മക്കളുണ്ട്. ആൺകുട്ടികളും ഗുരുക്കന്മാരാണ്. എനിക്ക് 73 വയസ്സായി. 7-ാം വയസ്സിലാണ് ഞാൻ കളരിയിൽ വന്നത്. അതുകൊണ്ട് 67-ാം വർഷമാണ് ഈ കളരിയെ നടത്തിക്കൊണ്ട് വന്നത്. ശിക്ഷകണങ്ങളുടെ എണ്ണമെടുത്താൽ ആയിരങ്ങളുണ്ടാകും. മീനാക്ഷി അമ്മയുടെ മേൽനോട്ടത്തിൽ പ്രധാന ശിഷ്യന്മാരാണ് കളരിപ്പയറ്റിന് നേതൃത്വം നൽകുന്നത്. സ്ത്രീകൾ കളരി പഠിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഒരു ധൈര്യം ലഭിക്കുമെന്നും നമ്മുടെ കാലഘട്ടത്തിലെ ഈ ഉണ്ണിയാർച്ച പറഞ്ഞു തരുന്നു. പെൺകുട്ടികൾക്ക് ഇന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് കളരി അഭ്യസിക്കണമെന്ന് ഞാൻ പറയുന്നു. മാണിക്കോത്തുകാവ് ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മുടങ്ങാതെ മീനാക്ഷി അമ്മയുടെ കളരി അഭ്യാസങ്ങൾ ഉത്സവത്തോടനുബന്ധിച്ചുണ്ടാകാറുണ്ട്. ഈ അഭ്യാസങ്ങൾ സോഷ്യൽ മീഡിയയിലെത്തിയപ്പോൾ വൈറലായി. മുടങ്ങാതെയുള്ള കളരി പരിശീലനം തന്നെയാണ് കണ്ടാൽ സപ്തതി കഴിഞ്ഞുവെന്ന് തോന്നാത്തതിന്റെ ആരോഗ്യ രഹസ്യവും. ആരുടെ കൂടെയുള്ള കളരി അംഗമായിരുന്നു കൂടുതൽ പ്രയാസമെന്ന് ചോദിച്ചാൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്ന് ഉത്തരം. ക്യാമറമാൻ ജിതേഷിനോടൊപ്പം വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, വടകര.